ചെയ്യാതെ അയാളുടെ ജീവിതത്തിൽ ഇതുവരെ ഈശോ എന്ന വ്യക്തിയോട് മിണ്ടാതെ സ്റ്റിൽ അയാൾ മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് ഈശോയോട് ചോദിക്കാൻ തോന്നി. "നിന്റെ രാജ്യത്ത് കേറുമ്പോ എന്നെ ഓർക്കാവോന്ന്?" അങ്ങനെ അയാൾക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റി? പക്ഷെ ഞാൻ എന്റെ ഭാഗം കൊടുത്തില്ലെങ്കില് ഈശോയ്ക്ക് ഭയങ്കര ക്രേവിങ്ങാ ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട്. അതാണ് ഈശോ എനിക്ക് ദാഹിക്കുന്നു, ദാഹിക്കുന്നു എന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹോള് വേറെ ആർക്കും നികത്താൻ പറ്റത്തില്ല. എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ആശ്വാസായി. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 1 ഇങ്ങനെയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അപ്പം എനിക്ക് തോന്നുന്നു ഈശോ ഇന്നീ രാത്രിയില് നമ്മളോട് എല്ലാരോടും പിന്നെ ചിലരോടൊക്കെ പ്രത്യേകിച്ചായിട്ട് ഈശോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ആഹ് നമുക്ക് അസ്വസ്ഥതപ്പെടാൻ എല്ലാം ഉണ്ടെങ്കിലും നമ്മള് അസ്വസ്ഥമാകേണ്ടാന്ന്. അതായത് ഇത് ഈശോ ശിഷ്യന്മാരോട് പറയുമ്പം ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മളൊന്ന് എന്നുവെച്ചാ ആ മുറിയില് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻസ്ഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈശോ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. പിന്നെ ഈ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടാന്ന് പറയുന്നതിന് തൊട്ട് മുമ്പത്തെ ഡയലോഗ് പത്രോസിനോട് പറയുവാണ്, "നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും." ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെയാണ് ഈശോ ഈ ഡയലോഗ് പറയുന്നത്, "നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട." അപ്പൊ നമ്മള് ശിഷ്യന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കില് അവര് ഓൾറെഡി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, "ദൈവമേ ആരാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്?" അതിന്റെ കൂട്ടത്തിൽ "നീ പാറയാകും, നിന്റെ മേൽ എന്റെ സഭ സ്ഥാപിക്കും" എന്ന് പറയുന്ന അവരുടെ ഒരു ലീഡർ ഫിഗർ ആയിരുന്നു പത്രോസ്. ആ പത്രോസ് വരെ ഈശോനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്ന് പറയുമ്പം നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മൊത്തത്തിൽ എല്ലാരും ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് ഈശോ പറയുന്നത്, "നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട." അപ്പൊ ഈ ഈ ഒരു പറയുന്ന സമയത്ത് എനിക്ക് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഒരു കാര്യം പറയാനാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പം നമ്മുടെ ക്ലീമീസ് പിതാവ് ഉണ്ടല്ലോ മലങ്കര സഭയിൽ. പിതാവ് ഞങ്ങളുടെ പള്ളിയിൽ വന്നു. എന്തോ ഒരു ടോക്ക് എടുക്കാൻ പിള്ളേർക്ക്. അപ്പൊ ഈ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പിതാവ് പറഞ്ഞ 2 കാര്യമായിരുന്നു. ഈശോ എന്നെ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നു. ഈശോ എന്നെ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നു. ഈശോ എന്നെ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നു. ഫോർ മൈ ഓൺ സേക്ക് ആൻഡ് ഈശോ എന്നെ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരിലും നമുക്കറിയാം നമ്മുടെ സ്നേഹം ഈ ലോകത്ത് നമ്മൾ ആരെ സ്നേഹിച്ചാലും നമുക്ക് ഒരു പെർസെന്റേജ് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? നമുക്ക് തിരിച്ച് സ്നേഹം കിട്ടണം, തിരിച്ച് കെയർ കിട്ടണം. അല്ല ഒന്നുമില്ലെങ്കില് സ്നേഹിക്കാൻ കൊള്ളാത്ത ഈ മനുഷ്യനെ സ്നേഹിക്കുന്നോണ്ട് കിട്ടുന്ന ഒരു ഗുഡ് ഫീലിങ്ങോ എന്തെങ്കിലും കാണുമല്ലോ. പക്ഷെ നമ്മൾ ആരെയും അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നില്ല. അതായത് ഒരു മനുഷ്യന്റെ പ്രസന്റ് നമുക്കറിയായിരിക്കാം. പാസ്റ്റും ചിലപ്പം ഓക്കെ ടു ഒരു എക്സ്റ്റെന്റ് നമുക്കറിയായിരിക്കാം. പക്ഷെ ഇപ്പൊ സപ്പോസ് ഒരു ഒരു ഭാര്യ ഒരു ഹസ്ബൻഡിനെ സ്നേഹിക്കുവാണ്. എന്നിട്ട് ഇന്ന് രാത്രി ഈശോ വന്നിട്ട് ഭാര്യയ്ക്ക് ഒരു വിഷൻ കൊടുക്കുവാണ്. ആ ഹസ്ബൻഡ് ഒരു 1 ഇയർ ഡൗൺ ദ ലൈൻ വേറൊരു ആളെ കൂടെ നിന്ന് ഭാര്യനെ ചീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ട് ആ ഭാര്യയ്ക്ക് ആ ഹസ്ബൻഡിനെ അതേപോലെ പിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആരും നമ്മൾ ഈ ലോകത്ത് ആരും നമ്മളെ അങ്ങനെ സ്നേഹിക്കുന്നില്ല. ഈശോ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്യൂച്ചറും പാസ്റ്റ് പ്രസന്റ് എല്ലാം അറിഞ്ഞ് നമ്മളെ അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ആള്. അപ്പം ഇവിടെ സെയിന്റ് പീറ്ററും ഈശോയും തമ്മിൽ നോക്കുവാണെങ്കില് സെയിന്റ് പീറ്റർ നോക്കുമ്പം സെയിന്റ് പീറ്റർ വിചാരിക്കുക, ദൈവമേ ഞാൻ 3 ദിവസം തള്ളി പറയുമെന്ന് പറഞ്ഞിട്ടും ഈശോ എന്റടുത്ത് നോർമലായിട്ടാ ബിഹേവ് ചെയ്യുന്നെ. യൂദാസിനെ 3 വർഷം ഈശോ കൂടെ നടന്നു. ഈശോയ്ക്ക് ഫുൾ അറിയാം യൂദാസ് ചെയ്യാൻ പോകുന്ന ബിട്രയലിന്റെ എക്സ്റ്റെന്റ്, വഞ്ചന എല്ലാം അറിഞ്ഞിട്ടും ഈശോ എപ്പോഴും ബാക്കിയുള്ളവരുടെ അടുത്ത പോലെ തന്നെ ഒരു സ്നേഹക്കുറവ് ഒന്നും കാണിച്ചിട്ടില്ല ഈശോ ഒരിക്കലും. കൂടുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളപ്പം പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ സമയത്ത് നമ്മൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണും പൊട്ടിക്കരയുന്നെ. അപ്പൊ നമ്മള് ചിലപ്പോ പൊട്ടിക്കരഞ്ഞാ ഓക്കെ ആ ഒരു മിനിറ്റ് ഒരു ഗിൽറ്റ് വരും. പക്ഷെ അതിനെല്ലാം ഉപരി ഈശോയുടെ ആ സ്നേഹം ഓർത്തിട്ടായിരിക്കണം സെയിന്റ് പീറ്റർ എന്റെ ദൈവമേ ഇത് അറിഞ്ഞിട്ടും എന്റെ ഈശോ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നെന്ന്. അപ്പൊ നമ്മുടെ ഈ ആഴ്ചത്തെ നമ്മുടെ കഴിഞ്ഞ സൺഡേ മീറ്റിംഗിൽ നമ്മൾ ഒത്തിരി വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛനാണെങ്കിലും ഒത്തിരി അഭിഷേകം നമുക്ക് പറഞ്ഞു. നമ്മള് ഒത്തിരി ട്രൈ ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ വീഴാനും എപ്പോഴും ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് വിശുദ്ധി. അപ്പം നമ്മള് എന്നാ നമ്മള് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം നമുക്കറിയാം ഈശോ ഇതെല്ലാം അറിഞ്ഞു. അതായത് നമ്മൾ 1001 പ്രാവശ്യം ട്രൈ ചെയ്താലും 1001ാമത്തെ പ്രാവശ്യം വീണാലും ആ വീഴുന്നത് കണ്ടിട്ടാണ് ഈശോ എന്നോട് പറയുന്നത്, "നീ പിന്നെയും പിന്നെയും ട്രൈ ചെയ്യാൻ." അപ്പൊ നമുക്കൊരു ആശ്വാസമുണ്ട്. നമ്മള് വീണാലും നമുക്ക് പെട്ടെന്ന് ഈശോയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാൻ നമ്മള് മടിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും. അതായത് എന്നാ പറയുന്നത് യൂദാസും പത്രോസും സെയിം തെറ്റാ ചെയ്തത്. 2 പേരും ഈശോനെ തള്ളി പറഞ്ഞു. പക്ഷെ ഒരാള് ഗിൽറ്റിന്റെ ആ ഒരു കുഴിയിലങ്ങ് ആയിപ്പോയി, പെട്ടുപോയി. പക്ഷെ പത്രോസിന് പെട്ടെന്ന് അത് തിരിച്ചു വന്ന് ഈശോയുടെ സ്നേഹത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റി. അപ്പൊ പിശാച് എപ്പഴും നമ്മുടെ എന്താണ് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു ഭയങ്കര ഒരു സംഭവമാണ് ഈ ഗിൽറ്റ്. നമ്മള് ചിലപ്പോ കുമ്പസാരിച്ച് കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ കുറ്റബോധമൊക്കെ ചിലപ്പോ തോന്നിയേക്കാം. പക്ഷേ നമ്മളെന്നാന്ന് വെച്ചാ ഈശോ ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ പ്രെയർ ലൈഫ് ഓക്കെ അല്ലെങ്കിലും നമ്മള് പിന്നെയും പിന്നെയും വീഴുവാണെങ്കിലും ഇപ്പൊ നമ്മള് തന്നെ ആദ്യം പറഞ്ഞു കുറെ പേര് നമ്മള് റീൽസ് എല്ലാം കണ്ട് കണ്ട് പോവാ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ നമ്മള് പിന്നെയും പിന്നെ എഴുന്നേറ്റ് തിരിച്ച് ഓടി വരിക എന്നുള്ളതിലാണ് കാര്യം.
അതാണ് എന്റെ സെക്കൻഡ് പോയിന്റ്. അപ്പൊ പത്രോസ് ആക്ച്വലി ഇത് ചെയ്തപ്പം ഈശോയുടെ വാക്കുകൾ ഒരുപക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നു കാണും. "എടാ നീ 3 പ്രാവശ്യം തള്ളിക്കള, എന്നാലും നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നീ എന്നിൽ വിശ്വസിക്കുന്ന" ഈശോ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് പറഞ്ഞത് പീറ്ററിന് ഓർമ്മ വന്നു കാണും. പക്ഷെ യൂദാസ് എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ യൂദാസ് അതൊന്നും കേട്ടില്ല. അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ യൂദാസ് പുറത്തിറങ്ങിപ്പോയി. അതാണ് നമ്മുടെ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ കാണും. അപ്പം പിന്നെ ഈശോ പറയുന്ന ഈ ഫുൾ സാധനങ്ങളൊന്നും 11 പേരുടെ ആ കൂട്ടായ്മയിലാ ഈശോ പറയുന്നത്. യൂദാസ് ആ കൂട്ടായ്മയിൽ ഇല്ല. അപ്പം എനിക്ക് തോന്നി നമ്മള് എല്ലാരും നന്മമരം കൂട്ടായ്മയിലോട്ട് ഒത്തുചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാ. നമ്മള് സൺഡേ, വെഡ്നെസ്ഡേ, മൺഡേ എല്ലാരും ഇങ്ങനെ നമ്മള് വന്ന് വരുവാ. അപ്പൊ നമുക്ക് തന്നെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഈശോ ഓരോ മീറ്റിങ്ങിലും, ഓരോ ആരാധനയിലും നമ്മളോടായിട്ട് പേഴ്സണലി മിണ്ടുന്ന പോലൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു ശക്തിയാണ് പറയുന്നത്. നമ്മളത് ഒരിക്കലും വിട്ടുപോകാനായിട്ട് ഇടവരുത്തരുത്. നമ്മള് ചിലപ്പോ സൺഡേ കൂടി നമ്മള് വിചാരിക്കും ഓക്കെ വെഡ്നെസ്ഡേ ഇന്ന് കേറണ്ട. പക്ഷെ ചിലപ്പോ തേഴ്സ്ഡേ ആയിരിക്കും നമുക്ക് വേണ്ടി വലിയൊരു കുഴി ഇരിക്കുന്നത്. നമ്മൾ ഈശോയെ തള്ളിപ്പറയാൻ വലിയൊരു സാധനം. അപ്പം നമ്മൾ ചിലപ്പോ കുഴി വീഴുകയും ചെയ്തേക്കാം. പക്ഷെ നമ്മൾ വെഡ്നെസ്ഡേ കേൾക്കുന്ന കാര്യങ്ങള് നമ്മൾ ലാസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും. അപ്പൊ നമ്മൾ വീണാലും പെട്ടെന്ന് ചിലപ്പോ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ അതൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈശോ പറയുന്നത് എന്നിൽ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അപ്പൊ എന്താണ് അതായത് നമ്മൾ ഈശോയുടെ ഈ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈശോ എന്നെ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നു, ഈശോ എന്നെ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് ഉണ്ടാവേണ്ട ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുന്നത് ഈശോയുടെ സ്നേഹത്തിൽ ഉണ്ടാവേണ്ട ഒരു ശരണമുണ്ട്. ഒരു ഒരു ബ്ലൈൻഡ് കോൺഫിഡൻസ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാനാ തോന്നി ഈശോ ചോദിച്ചാൽ നമ്മുടെ നല്ല കള്ളൻ. പുള്ളിക്കാരൻ ആക്ച്വലി ഒരു കള്ളനായിരുന്നു ഫുൾ ലൈഫ്. അപ്പൊ നമ്മളിപ്പം പുള്ളിയോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും എനിക്കറിയാവൊടോ ഞങ്ങൾ എത്രയോ മണിക്കൂറുകൾ പ്രെയർ മീറ്റിംഗിൽ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ സ്പിരിച്വൽ ഡയറി എഴുതുന്നു. ഞങ്ങള് ഈശോയെ നോക്കിയിരിക്കുന്നു. ഞങ്ങള് ടാസ്ക് ചെയ്യുന്നു. അത് നമ്മൾ കുറെ പറയല്ലേ. അപ്പൊ നമ്മൾ ചോദിക്കും താൻ എന്താ അവിടെ ചെയ്തേ? ഒന്നും ചെയ്തിട്ടില്ല. ഫുൾ ലൈഫ് കള്ളനായിരുന്നു. എന്നിട്ട് അയാൾ ആകപ്പാടെ ചെയ്തത് എന്താണെന്നറിയാവോ? അറ്റ്‌ലീസ്റ്റ് നമ്മുടെ ഒരു അറിവില് അയാള് ഈശോയോട് ആകപ്പാടെ സംസാരിച്ചേക്കുന്ന ഒരൊറ്റ സെന്റൻസാ. അതും അയാൾ മരിക്കാൻ പോകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ്. നമ്മളാണെങ്കി ഇവിടെ എല്ലാ നിമിഷവും ഈശോയോട് സംസാരിക്കാനും അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. പക്ഷെ അതിനപ്പം ഞാൻ അഹങ്കാരിയായ ഞാൻ അയാളോട് ചോദിക്കും, "തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ ഈശോയോട് സംസാരിക്കാൻ?" പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആ നല്ല കള്ളൻ അങ്ങനെ ചിന്തിച്ചില്ല. അയാൾക്ക് വേണേ ചിന്തിക്കാലോ, "ഓ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു പക്ഷെ അയാള് ഒന്നും ചെയ്യാതെ അയാളുടെ ജീവിതത്തിൽ ഇതുവരെ ഈശോ എന്ന വ്യക്തിയോട് മിണ്ടാതെ സ്റ്റിൽ അയാൾ മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് ഈശോയോട് ചോദിക്കാൻ തോന്നി, "നിന്റെ രാജ്യത്ത് കേറുമ്പോ എന്നെ ഓർക്കാവോന്ന്?" അങ്ങനെ അയാൾക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റി? അതായത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഈശോയ്ക്ക് അയാളോടുള്ള ആ സ്പെഷ്യൽ ആ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു സ്നേഹവും അതിലുള്ള ഒരു ശരണത്തിൽ നിന്നായിരിക്കണമല്ലോ അയാളത് ചോദിച്ചത്. അല്ലെ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എന്നാ പറയുന്നെ, അപ്പം നമ്മളങ്ങനെ ഈശോനെ അങ്ങോട്ട് കൊച്ചു പിള്ളേർ കൊച്ചിലേച്ചി പോണേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ എനിക്കൊന്നും ഇല്ല. ഈശോയാണ് ഫുൾ നോക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ശരണം വെച്ച് കഴിഞ്ഞാലില്ലേ, നമ്മൾ ഈശോയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഈശോ നമ്മളത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിൽ നമുക്ക് തിരിച്ചത് തരും. അതായത് ഇയാള് ചോദിച്ചത് നിന്റെ രാജ്യത്തിൽ നീ രാജ്യത്തിൽ ചെല്ലുമ്പോൾ എന്നെ ഓർക്കാവോന്ന്. അപ്പൊ ഈശോ പറഞ്ഞതെന്നാ, "ഇന്ന് നീ എന്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന്." അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്നാ പറയുന്നെ സഭയുടെ പഠിത്തമൊക്കെ വെച്ച് നമ്മള് നോക്കുവാണെങ്കില്, അയാൾ ഉദ്ദേശിച്ചിരുന്നത് ചെലപ്പം, "ഈശോയെ ഞാൻ എന്തായാലും എന്റെ ഒരു അവസ്ഥ വെച്ച് ഞാൻ നരകത്തിൽ പോണം. നീ എന്നെ നരകത്തിൽ വിടല്ലേ. ഞാൻ കുറെ നാൾ ശുദ്ധിയാണുന്ന സ്ഥലത്ത് കിടന്ന് ഞാൻ എന്റെ പരിഹാരം എല്ലാം ചെയ്തിട്ട് എന്നെ സ്വർഗ്ഗത്തിൽ ഞാൻ വരാം." എന്നായിരിക്കും അയാൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഈശോ എന്നാ ചെയ്തതെന്നറിയോ? എന്റെ ഒരു ഇത് ആക്ച്വലി അന്ന് വരാൻ പറുദീസയില്ലായിരുന്നെന്നാണ് എന്റെ ഒരു അറിവ്. തെറ്റാണെങ്കി ക്ഷമിക്കണം. എന്ന് വെച്ചാ നമ്മുടെ ആദം, ഹവ്വ തൊട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അബ്രഹാം എല്ലാരും ശീയോൾ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പം ഈ മിശിഹ വന്ന് സഹിച്ച് മരിച്ചു വേണം ഈശോ വന്നിട്ടാണ് അവരെ കൊണ്ടുപോയത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ഫസ്റ്റ് തൊട്ടുള്ളവര് അബ്രഹാം, ജോസഫ്, ജേക്കബ്, ഐസക് അവരുടെ എല്ലാവരുടെയും കൂടെ ഈശോയുടെ കൂടെ പറുദീസയില് ഈ ഒരു എന്നാ പറയുന്നെ ന്യൂ ടെസ്റ്റമെന്റ് യുഗത്തില് ആദ്യം ഈശോയുടെ കൂടെ കേറിയത് ഈ ഈശോയുടെ ഒരു സെന്റൻസ് സംസാരിച്ച ഈ കള്ളനാ. അയാൾ ആകപ്പാടെ അതേ പറഞ്ഞിട്ടുള്ളൂ. അതും നിമിഷങ്ങൾക്ക് മുമ്പ്. അത് അയാൾ അവിടുന്ന് നേരെ ഈശോയുടെ ഹൃദയത്തിന് ചാരിയായി. ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഈശോ കൊടുത്തു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ചോദിക്കും, "ഇതെന്ത് പണിയാ ഈശോയെ?" നമ്മള് ചോദിക്കും. പക്ഷെ ഈശോയ്ക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. ഈശോ ഉപമയിലും പറയുന്നില്ലേ, "എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് എന്ത് കൂലി കൊടുക്കണമെന്ന് എന്റെ ഇഷ്ടമല്ലേന്ന്." ധൂർത്തുപുത്രന്റെ ഉപമയ്ക്കകത്താണെങ്കിലും അപ്പനാണെങ്കി കൂടെ നിന്ന മോന് ഇതുവരെയും പാർട്ടി ഒന്നും ഓർഗനൈസ് ചെയ്ത് അഹങ്കാരം കാണിച്ചു പോയവന് പാർട്ടി ഒരുക്കുന്നു, മോതിരം കൊടുക്കുന്നു, ഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനെയാ ഈശോ. അവസാനം വന്നവൻ ആദ്യം വന്നവന് ഒരേ കൂലിയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെ എന്ന് വെച്ച് നമ്മള് ഒരിക്കലും നമ്മളത് ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം ഈശോയുടെ സ്നേഹം അങ്ങനെയല്ല ട്ടോ. പക്ഷെ നമ്മളിങ്ങനെ നമ്മള് ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് വീണ് പോവാ. പക്ഷെ നമ്മൾ ഒരിക്കലും അവിടെ കിടക്കല്ലേ. കാരണം ഇത്രയും എന്നാ പറയുന്നെ ഇത്രയും കരുണ കാണിക്കുന്ന ഒരു ഈശോ ഉണ്ട്. നമുക്ക് ആ ഒരു ശരണം എപ്പോഴും ഉണ്ടാവണം. ഈശോ ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയുടെ ആ സ്നേഹത്തില് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ നമ്മളെന്നാ പറയുന്നെ പൊതിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് അതൊരു മോട്ടിവേഷൻ തരണം. അപ്പം യേശു പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഈ ദൈവം എന്ന് പറഞ്ഞാ എന്നാ?
തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് ഇതെല്ലാം സൃഷ്ടിച്ച ഇത്രയും വലിയൊരാള് ആ സ്നേഹം ഒന്ന് മനുഷ്യരെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി അവരുടെ അത്രയിലോട്ട് താഴ്ന്നു. താഴ്ന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വാവന്ന് പറഞ്ഞ ഒരു അനങ്ങണെങ്കിലും ഒരാളുടെ സഹായം വേണം. ഭക്ഷണം വേണമെങ്കില്, ഡ്രസ്സ് മാറണമെങ്കില് അത്രയും നിസ്സഹായനായി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി വന്നു. ഇതിൽ കൂടുതൽ എന്നാ അപ്പൊ ആ ഒരു അപ്പന്റെ സ്നേഹവും പിന്നെ ഈശോയുടെ എനിക്ക് തന്നത് ഞാൻ അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുന്ന പോലെ അങ്ങനെ സ്നേഹിച്ച എന്റെ ഈശോയും. അപ്പൊ അത് രണ്ടിലും ഉള്ളൊരു ബ്ലൈൻഡ് കോൺഫിഡൻസ് നമുക്ക് എന്നാ പറയുന്നെ നമ്മൾ ഉണ്ടാകണമെന്ന് ഈശോ പറയുന്ന പോലെ അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതെല്ലാം നമുക്ക് വരാനായിട്ട് അപ്പം നമ്മൾ വിചാരിക്കും എങ്ങനെ ഈ വിശ്വാസം വരുന്നേന്ന്. അപ്പം എന്നാ പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 4-ാം അധ്യായം ഞാൻ ഇന്നിങ്ങനെ വായിച്ചു. പ്രതീക്ഷയ്ക്ക് വകയില്ലാഞ്ഞിട്ടും അവൻ പ്രതീക്ഷ നഷ്ടപ്പെടാതെ വിശ്വസിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ഞാനിങ്ങനെ അമേരിക്കയിലുള്ള ഒരു എക്സോർസിസ്റ്റ് ചാൾഡ് റിപ്പർഗർ എന്ന് പറഞ്ഞ അച്ഛൻ. ആ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടതാണ്. നമുക്കൊരു വെർച്യു ഇല്ലെങ്കില് പക്ഷെ നമ്മളത് ഉണ്ടെന്നുള്ള രീതിയിൽ ഈശോയോട് സംസാരിക്കണം. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ ഇപ്പൊ ഈശോ ഇതില് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ലെന്ന് ഓർത്തു. പക്ഷെ ഞാൻ ഈശോയോട് പറയാം, "ഈശോ നീ ഇത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്." അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അഹങ്കാരിയാ, എളിമയില്ല. അപ്പൊ ഞാൻ ഈശോയോട് പറയാം, "ഈശോ ഈ ഗ്രൂപ്പിലെ ഞാനാണ് ഏറ്റവും അയോഗ്യ." ആക്ച്വലി ഞാൻ പറയുമ്പോ എനിക്ക് ഉള്ളില് അങ്ങനെയല്ലാട്ടോ. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഏറ്റവും വലിയ ആളെന്നാ. പക്ഷെ ഞാനത് പറയുവാ. അങ്ങനെ പറഞ്ഞ് നമ്മളെന്താണോ നമുക്ക് വേണ്ടേ, അത് നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ നമുക്കത് പതുക്കെ പതുക്കെ വളരും എന്നാണ് ആ അച്ഛനിങ്ങനെ മെൻഷൻ ചെയ്തത്. അപ്പം എല്ലാത്തിനും കൂടെ കൂട്ടി ഒരു ഷോർട്ട് കട്ടെന്ന് ഞാൻ എന്റെ ലൈഫീന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നതാണ് പരിശുദ്ധ അമ്മ. നമ്മളിങ്ങനെ ഒത്തിരി ചിന്തിച്ച് വേണ്ട അമ്മയെ കിട്ടിയാ എല്ലാം കിട്ടിയെന്ന് പറയുന്ന പോലെ. അപ്പം അതായത് നമ്മളിപ്പം അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ കൂടാണ് എല്ലാരും പറയും ചിലപ്പോ കൂടുതൽ ജപമാലകള് ചൊല്ലുക അത് ചെയ്യുക. പക്ഷെ എന്നാ പറയുന്നെ വിമലഹൃദയ പ്രതിഷ്ഠയോളം ഒരു ഭക്താനുഷ്ഠാനവും നമ്മയ്ക്ക് ഇത്രയും അമ്മയുടെ സ്വന്തമാക്കാൻ പറ്റിയ വേറൊരു സാധനം ഇല്ല. അതായത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാ. ഞാൻ ഒന്നൂടെ ഒന്ന് ഇതാക്കുന്നന്നേ ഉള്ളൂ. ഇപ്പൊ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് എത്രത്തോളം പരിശുദ്ധ അമ്മേനെ ഒരു ആത്മാവിൽ കാണുന്നോ അത്രത്തോളം അവിടെ വാസമർപ്പിക്കും. അപ്പൊ നമ്മൾ വേറെ എന്ത് സാധനം ചെയ്താലും അതൊരു ഭാഗികമായി അമ്മയ്ക്ക് കൊടുക്കുന്നതേ ആവത്തുള്ളൂ. പക്ഷെ നമ്മള് വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ മാത്രമാണ് 100% അമ്മയ്ക്ക് കൺട്രോൾ കൊടുക്കുന്നത്. 100% നമ്മുടെ ലൈഫ് പിന്നെ അമ്മ ചെയ്തോ എന്താന്ന് വെച്ചാ ചെയ്തോ എന്നുള്ള രീതിയിൽ നമ്മള് കൊടുക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് അതുപോലെ വരും. പിന്നെ ഞാൻ കേട്ടാണ് ഈശോയാണ് ഫസ്റ്റ് അമ്മയുടെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആള്. എന്നുവെച്ചാൽ ഈശോ കുഞ്ഞായിട്ട് എന്നുവെച്ചാൽ അമ്മയാണ് ഈശോനെ ഏത് പുതപ്പ് പുതപ്പിക്കണം, ഏത് ഉടുപ്പിടിക്കണം, എപ്പൊ ഭക്ഷണം കൊടുക്കണം, എന്ത് പറയണം എല്ലാം കുഞ്ഞിലെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. അപ്പൊ നമ്മള് പ്രതിഷ്ഠ ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കുമ്പോ ഈശോയാണല്ലോ നമ്മുടെ എൻഡ് ഗോൾ. അപ്പൊ നമ്മളെ അമ്മ ഇങ്ങനെ വളർത്തി ഒരു ഈശോയാക്കും. അപ്പൊ നമ്മള് 2 ടൈപ്പ് ഓഫ് പിള്ളേരുണ്ട്. എന്നുവെച്ചാൽ നമ്മള് ചിലരോട് പറഞ്ഞാൽ അവർ ഉടനെ ചെയ്യും. ചിലരെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി ചെയ്യിപ്പിക്കണം. നമ്മൾ ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലും നമ്മൾ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അത് നോക്കിക്കോളും. പിന്നെ അമ്മ നമ്മുടെ പെർമിഷനോ നമ്മുടെ ഇതൊന്നും നോക്കത്തില്ല. അമ്മ നമ്മളെ ശരിപ്പെടുത്തും. നമ്മളുടെ എന്താ പറയുന്നെ നമ്മളുടെ അതിനുള്ള അവൈലബിലിറ്റി ഒന്നും അമ്മ നോക്കത്തില്ല. അപ്പം എന്നാ പറയുന്നെ ഇതെല്ലാം ചേർത്താണ് എന്റെ ഒരു ലൈഫിന്നൊരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ നിർത്തുവാണേ. എന്നാന്ന് വെച്ചാല് ഞാന് പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞ് അമ്മയോട് ഇങ്ങനെ സ്നേഹം കൂടി സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹത്തിൽ നിൽക്കുമ്പം എനിക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടായി. ഇപ്പഴും ഉണ്ട്. എന്നാലും എന്നുവെച്ചാ ഞാനെന്തോ കൊറേ ചെയ്ത് ഈശ്വരനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള എന്തോ ഒരു അഹങ്കാരം വന്നു. ഒന്നും ചെയ്യുന്നില്ല. ചുമ്മാ ഇടയ്ക്ക് കുർബാന കൂടുന്നു, 1, 2 കൊന്ത ചെല്ലുന്നു. അതൊക്കെ ഉള്ളൂ. ത്യാഗം ചെയ്യുന്നു. ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കര ചങ്കാണ് ഈശോടെന്ന് പറഞ്ഞിങ്ങനെ നിക്കുവാ. പക്ഷെ എന്നാ പറയുന്നെ പരിശുദ്ധ അമ്മ നമ്മള് അതിരുകൾ വിസ്തൃതമാക്കിന്ന് പറയുന്ന പോലെ എന്റെ സ്പിരിച്വൽ ലൈഫില് കുറെ ആൾക്കാര് അതായത് പരിചയപ്പെടുത്തി തന്നു. ഇപ്പൊ നമ്മുടെ നന്മമരം പിന്നെ പിന്നെ ഡാനിയൽ അച്ഛന്റെ ജീസസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ യൂത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങോട്ടൊക്കെ ഞാൻ പോകാനിടയായി. അപ്പൊ കുറെ പേരുടെ അനുഭവമൊക്കെ ഇങ്ങനെ കേട്ടു. കേട്ട് കഴിഞ്ഞപ്പം ആക്ച്വലി എനിക്കൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടായി. കാരണം അവരെല്ലാം ഭയങ്കര അനുഭവം ചിലർക്ക് ഇങ്ങനെ എന്നാ പറയുന്നെ സുഗതാഭിഷേകം കിട്ടുന്നു അത് ഇത്. അപ്പൊ എനിക്കതൊക്കെ ആഗ്രഹമുള്ളതാ. പക്ഷെ എനിക്കതൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കും പെട്ടെന്ന് എനിക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓർത്തു എന്നാ ഞാനൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ഇവരിങ്ങനെ പറയുമ്പം എനിക്ക് ഫീൽ ചെയ്തോണ്ടിരുന്നെ ഈശോ എന്നെ നോക്കി പറയാ, "നീ ഇത് വല്ലോം കാണുന്നുണ്ടോ? ഇങ്ങനെ ഇരുന്നോ? കണ്ടില്ലേ ഓരോരുത്തർ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ കേറി വരുന്നെന്ന്." അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഫീലിംഗ്. അപ്പൊ എനിക്ക് നെഗറ്റീവായിട്ട് ഞാനിങ്ങനെ ഡിസ്കറേജ്ഡ് ആവാൻ തുടങ്ങി. പുറകോട്ട് പോകാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു ഈശോയുടെ അടുത്ത് ഒരു അകലം ഫീൽ ചെയ്തു. ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. എനിക്ക് എന്താ പറയുന്നെ എന്റെ ജീവിതത്തിൽ തന്ന വലിയൊരു സമ്മാനമാണ് ഈ പുസ്തകം. ഞാൻ എപ്പഴും പറയും ആത്മാമിത്രം അതിന്റെ ഇംഗ്ലീഷാണത്. ഇത് ഇൻസീനോ ജീസു ഞാൻ വായിക്കാനിടയായി. അതില് ഒത്തിരി ഇങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ ശരണപ്പെടുന്നതൊക്കെ ഉണ്ട്.
എനിവേ അതെല്ലാം വായിച്ച് എനിക്ക് അമ്മ തോന്നിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞൊന്നല്ല കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആൾക്കാരുടെ അനുഭവം കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈശോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമല്ലോ, നീ ഇങ്ങനെ ഇരുന്നോന്ന്. അപ്പൊ ഞാൻ ഈശോ അടുത്ത് തിരിച്ച് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ പറയും. സംഭവമൊക്കെ ശരിയാണ്. അവരതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഈശോ എന്റെ മാത്രം ഈശോയാ. ഞാനാ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഈശോ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി. സത്യത അല്ല, ബാക്കിയുള്ളവർ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാനങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നാ പറ്റുന്നേന്ന് വെച്ചാ, ഇപ്പൊ ഞാന് എക്സാമ്പിൾ എന്നാന്ന് വെച്ചാ നമ്മളിപ്പം നമ്മുടെ ജോസച്ചൻ എത്ര അഭിഷേകമുള്ള ഒരച്ഛൻ. നമ്മുടെ നന്മ മരത്തില് ഇങ്ങനെ സ്വന്തമായിട്ട് നിൽക്കുന്ന ഒരച്ഛനാണല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അച്ഛനോടൊരു പേഴ്സണൽ ഒരു സ്നേഹവും ഫ്രീഡവും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ അച്ഛന്റെ ചങ്സാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോ അച്ഛന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏരിയയിലുള്ളവരൊക്കെ വന്നിട്ട് ഞങ്ങൾ അതിനേക്കാളും പണ്ട് തൊട്ടുള്ള ബന്ധാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇത് തോന്നുമല്ലോ. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ പറയുമ്പോ ഈശോ എന്റെ മാത്രം ഈശോയാണ്. ഞാൻ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ കണ്ടിട്ടുണ്ട്. നമ്മള് അവരുടെ അടുത്ത് ഒരു നിമിഷം, ഒരു സെക്കൻഡ് നമ്മൾ അവരുടെ അടുത്ത് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്ത സെക്കൻഡ് ഒരാൾ വന്നിട്ട് ചോദിക്കുക, എന്നാ പിന്നെ അമ്മയെ ഞാൻ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചാൽ അവർ ഉടനെ പറയും, എന്റെ മാത്രം അമ്മയെ ഞാൻ തരത്തില്ല. ഒരു ആക്ഷൻ ഒക്കെ ഉണ്ട്, ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ ആ ഒരു നിമിഷത്തിലില്ലേ നമ്മുടെ അരിശമൊക്കെ പോവും. ലൈക്ക് നമ്മുടെ ഉള്ളില് നമുക്ക് സ്നേഹം മാത്രമേ തോന്നത്തുള്ളൂ. അപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈശോ നോക്കിയിട്ട് എന്റെ മാത്രം ഈശോ എന്ന് പറയുമ്പോൾ ഈശോ പിന്നെ ശരി ശരി തർക്കമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് ഞാനങ്ങ് വിശ്വസിച്ചു. പക്ഷെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പം എന്റെ ആ നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ കുറയാൻ തുടങ്ങി. പതുക്കെ പതുക്കെ എന്റെ അഹങ്കാരം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ പതുക്കെ എളിമപ്പെടാനും അതിലൂടെ, അതായത് എന്നാ പറയുന്നെ, ഈ ആത്മമിത്രത്തിനകത്ത് ഈശോ പറയുന്നുണ്ട്, ഓരോരുത്തരെയും യൂണീക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ആത്മാവിനും മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് ഓഫ് ലവ് ഉണ്ട് ഈശോയ്ക്ക്. അതായത് അത് എനിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ആശിഷ് ചേട്ടനോ അല്ലെങ്കിൽ ജോസച്ചനോ ഡാനിയലച്ചനോ അവരൊക്കെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ എന്റെ ഭാഗം കൊടുത്തില്ലെങ്കിൽ ഈശോയ്ക്ക് ഭയങ്കര ക്രേവിങ്ങാ ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട്. അതാണ് ഈശോ എനിക്ക് ദാഹിക്കുന്നു ദാഹിക്കുന്നു എന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹോള് വേറെ ആർക്കും നികത്താൻ പറ്റത്തില്ല. എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ആശ്വാസായി. കാരണം അവരെന്ത് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും ഈശോ എപ്പോഴും ഇങ്ങനെ ആ ഹൃദയമായിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ ഞാനിങ്ങനെ റിലാക്സ് ചെയ്ത് പതുക്കെ ഓക്കെ എന്റെ സമയമെടുത്ത് ഞാൻ വീണാലും തിരിച്ചെഴുന്നേറ്റ് വരാ. അപ്പൊ ഇങ്ങനൊരു ഇതിലോട്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നായിരുന്നു, അപ്പൊ നമ്മളെല്ലാരും ഈശോയോട് പറയണം. എന്റെ മാത്രം ഈശോ എന്ന് പറയണം. ഈശോയ്ക്കത് ഭയങ്കര ഇഷ്ടമാ. അപ്പൊ ഞാൻ ആക്ച്വലി ഇതിന് വരുന്നതിന് തൊട്ട് മുമ്പേ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു വചനം തരാവോ? ഒരു എൻകറേജ്മെന്റ്. ഞാൻ സാധാരണ ബൈബിൾ ഓർക്കുമ്പോൾ എനിക്ക് നേരെ ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടാ വരാറ്. അസീറിയക്കാരുടെ ദുരിതം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷെ എന്തായാലും ഞാൻ ഇപ്രാവശ്യം തുറന്നപ്പോ എനിക്ക് കിട്ടിയതാണ് ഉത്തമഗീതം. ഞാൻ ഷെയറിങ്ങിന് തൊട്ട് മുമ്പ് തുറന്നപ്പോ കിട്ടിയതാണ്. ഉത്തമഗീതം 2-ാം അധ്യായം 16 വാക്യമാണ്. എന്റെ ആത്മനാഥൻ എന്റേതാണ്, ഞാൻ അവന്റേത്. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫർമേഷൻ ആയി. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാൻ തോന്നി. നമ്മളെപ്പോഴും പറയണം ഈശോടുത്ത്, ഈശോ എന്റെ മാത്രം ഈശോയാണ്. ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രതിഷ്ഠ. നമ്മള് എന്തായാലും പ്രതിഷ്ഠ ചെയ്യണം. ചെയ്യാത്തവരാണെങ്കിൽ ഓൾറെഡി ഇന്നലെ തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞെങ്കിലും ലേറ്റ് ആയിട്ടില്ല. അത് നമ്മള് ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് അമ്മ തന്നെ മാറ്റും. പിന്നെ ചെയ്തവരാണെങ്കിൽ ഒന്നൂടെ ഒന്നൂടെ ചെയ്താൽ അതിനത്ര അനുസരിച്ച് കൃപ ഒഴുകത്തേ ഉള്ളൂ. അപ്പം എന്തായാലും ഒരു